Hi dears, Assalamu alaikum, Namaskaram, welcome back to our channel. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു കട്ടൻ ചായയുടെ കൂടെ ഇപ്പോൾ നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഈ രീതിയിലൊക്കെ എന്തെങ്കിലും സ്നാക്കൊക്കെ കഴിക്കാനായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇത് കണ്ടാൽ തോന്നുന്നുണ്ടാവും ഉണ്ണിയപ്പാണെന്ന് അല്ലേ. അപ്പോൾ ഇത് ഉണ്ണിയപ്പം എന്നല്ല കേട്ടോ, ഉണ്ണിയപ്പത്തിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനായിട്ട് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ്. പിന്നെ കൂടെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യണേ, അതിൽ ഓൾ എന്ന് തന്നെ ഇനാബിൾ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം അതും നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ചെറിയ പഴമാണ്, അമൃതവാഹിനി എന്ന് പറഞ്ഞിട്ടുള്ള പഴമാണിത്. അപ്പോൾ ഈ പഴം എടുക്കാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. ഇതല്ലെങ്കിൽ നമുക്ക് സാധാ മൈസൂർ പഴം വേണമെങ്കിൽ എടുക്കാം. ഇതൊന്ന് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് റവയാണ്. എല്ലാം ഈ 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് എടുക്കുന്നത്. വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പഴം നല്ല മധുരമുള്ള പഴമാണെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യുന്നതിൻ്റെ അളവൊന്ന് കുറച്ചെടുക്കാം. ഇപ്പോൾ ഈ പഴം നല്ല അത്യാവശ്യത്തിന് മധുരമുള്ള ഒരു പഴമാണ്. ഇനി ഇതിലേക്ക് ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ടീസ്പൂണിൽ അല്പം ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമാണിത്, അത് ഇട്ട് കൊടുക്കണം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 3 ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. ഈ ഏലക്കായും ജീരകവും ചുവന്നുള്ളിയൊക്കെ കൂടി ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടുള്ളത് ആ കപ്പിൽ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം അരഞ്ഞു കിട്ടാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത് മുഴുവനായിട്ട് ഞാനിപ്പം എന്തായാലും എടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്, അതിനുശേഷം ബാക്കിയും കൂടി ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ആ ബാറ്റർ ശരിക്കും വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തു. ആ മുഴുവൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട്. നല്ല ലൂസും അല്ല നല്ല ടൈറ്റും അല്ല, ഈ ഒരു പാകത്തിൽ വേണം കിട്ടാനായിട്ട്. എങ്കിലാണ് ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉണ്ണിയപ്പച്ചട്ടി തന്നെയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിലും നമുക്ക് ആ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ കിട്ടുക, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഓരോ തവി വീതം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായതിന് ശേഷം മാത്രമാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ നന്നായി ഇത് പൊന്തി വരില്ല. എന്നിട്ട് പിന്നെ ഒരു ഭാഗം ആയതിനു ശേഷം മറുപുറം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു പപ്പടക്കോല് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് മറുപുറം കൂടി മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ അതാ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറൊന്നും ആയി വരില്ല കേട്ടോ. ഉണ്ണിയപ്പത്തിൽ നമ്മൾ ശർക്കരയൊക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുക, ഇതിൽ പഞ്ചസാരയല്ലേ ചേർത്തേക്കുണ്ട്. അപ്പോൾ ആ ഒരു കളറ് എന്തായാലും വ്യത്യാസം ഉണ്ടാവും, ടേസ്റ്റിനും വ്യത്യാസമുണ്ട്. രണ്ടിലും ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അടുത്ത ബാറ്ററും കൂടി ഒഴിച്ചിട്ട് ഈ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ടും. കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഈ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാനൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതാ കണ്ടില്ല, നല്ല സോഫ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കമൻസൊക്കെ ഒന്ന് അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ, താങ്ക് യു.